അരുവിക്കരയിൽ മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ ഇറക്കി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങി മുന്നണികൾ. എം വിജയകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യത്തിൽ CPM-ന് ഏകദേശ ധാരണയായിട്ടുണ്ട്. മറ്റന്നാൾ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം CPM സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ജി കാർത്തികേയന്റെ ഭാര്യ പ്രൊഫസർ MT സുലേഖയെ മത്സരിപ്പിക്കാനാണ് UDF ആഗ്രഹിക്കുന്നത്. മുൻ മന്ത്രി, അരുവിക്കര സ്വദേശി, CPM-ന്റെ മുൻനിരയിലുള്ള നേതാവ്, കളങ്കമുണ്ടാകാത്ത വ്യക്തിത്വം തുടങ്ങിയ കാര്യങ്ങളാണ് വിജയകുമാറിന്റെ പേരിലേക്ക് എത്താൻ CPM-നെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. മണ്ഡലത്തിൽ 40%-ലധികമുള്ള നായർ വോട്ടും CPM ലക്ഷ്യം വെക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിയെ മറ്റന്നാൾ പ്രഖ്യാപിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. അരുവിക്കരയിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് 29-ാം തീയതി ചേരുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. 31-ാം തീയതി LDF-ന്റെ സംസ്ഥാന കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത് പ്രൊഫസർ MT സുലേഖയെ തന്നെ. സുലേഖ ടീച്ചറുമായി ആദ്യഘട്ട ചർച്ചകൾ നേതാക്കൾ നടത്തിയെങ്കിലും ടീച്ചർ ഇതുവരെയും സമ്മതം മൂളിയിട്ടില്ല. ജി കാർത്തികേയൻ വർഷങ്ങളായി മത്സരിച്ച് ജയിക്കുന്ന മണ്ഡലത്തിൽ ടീച്ചർ വന്നാൽ ജയം ഉറപ്പിക്കാമെന്നാണ് UDF ക്യാമ്പിന്റെ പ്രതീക്ഷ. പട്ടികവർഗക്കാർ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും പുരോഗതിക്ക് വേണ്ടി കാർത്തികേയൻ കണ്ട സ്വപ്നങ്ങൾ പൂർണ്ണമായും സാക്ഷാത്കരിക്കുന്നതിന് പറ്റിയ ഒരു MLA അവിടെ നിന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളെ തലസ്ഥാനത്തെത്തുന്ന നേതാക്കൾ ടീച്ചറുമായി വീണ്ടും കൂടിയാലോചനകൾ നടത്തും. മുതിർന്ന നേതാക്കൾ നിർബന്ധിച്ചാൽ സുലേഖ ഒഴിഞ്ഞുമാറില്ലെന്നാണ് നേതാക്കൾ പങ്കുവെക്കുന്ന വികാരം. എന്തായാലും അപ്രതീക്ഷിത നീക്കങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ലെങ്കിൽ അരുവിക്കരയിൽ നടക്കുന്ന പോരാട്ടം M വിജയകുമാറും MD സുലേഖയും തമ്മിലായിരിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം. നമ്മോടൊപ്പം ഉള്ളത് VK മധു, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, A വിൻസെന്റ്, KPCC സെക്രട്ടറി, BJP നേതാവ് S സുരേഷ്, വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, PC തോമസ്, കേരള കോൺഗ്രസ് ചെയർമാൻ, ഒപ്പം തന്നെ PC ജോർജ്. ആദ്യം ശ്രീ PC തോമസ്, എന്തിനാണ് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് താങ്കൾ കമ്മീഷന് കത്തയച്ചത്? ഇരുപത്തിയേഴാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച തീയതി. പക്ഷേ 18-ാം തീയതി മുതൽ, ജൂൺ 18 മുതൽ വരുന്ന ഒരു മാസം മുസ്ലിം സഹോദരന്മാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അവരുടെ നോമ്പ് കാലമാണ്, റംസാൻ കാലമാണ്. അവരുടെ നോമ്പ് കാലത്ത് അവർ കൂടുതൽ പള്ളിയിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഏതാണ്ട് അവർക്ക് പുറത്തു പോയി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുവാനോ അതല്ല വോട്ട് ചെയ്യാൻ പോലും മുഴുവൻ ആളുകൾ എത്തുമോ എന്ന് സംശയമാണ്. ഏതാണ്ട് 30,000 മുസ്ലിം സഹോദരങ്ങൾ അവിടെയുണ്ട് ആ നിയോജക മണ്ഡലത്തിൽ. അപ്പോൾ അവരുടെ സൗകര്യം ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് ഒന്ന് മാറ്റി വെക്കേണ്ടി വരും. ഞാൻ ഈ കാര്യത്തിന് ഇന്നലെ ഇത് അറിഞ്ഞപ്പോൾ തന്നെ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കി, ഫോണിൽ സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു ഇമെയിൽ അയക്കാൻ പറഞ്ഞു. വെളുപ്പിനെ തന്നെ ഞാൻ ഇമെയിൽ സന്ദേശം അയച്ചിട്ടുണ്ട്. അത് പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത്രയും ആളുകളുടെ ഒരു വലിയ അസൗകര്യം, അതും വളരെ ന്യായമായിട്ടുള്ള കാര്യം, അത് തീർച്ചയായിട്ടും പരിഗണിച്ചേ പറ്റൂ. തെരഞ്ഞെടുപ്പ് 27 കഴിഞ്ഞ് ഒരു ദിവസത്തേക്ക് മാറ്റിക്കൊണ്ട് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് അവരുടെ റമദാൻ വളരെ കാര്യമായിട്ട് റംസാൻ മാസത്തിലാണ് തെരഞ്ഞെടുപ്പ്. മാത്രമല്ല നിയമസഭാ സമ്മേളനം നടക്കുകയാണ് ഈ കാലഘട്ടങ്ങളിൽ. കനത്ത മഴ പെയ്യാൻ പോകുന്നു. തെരഞ്ഞെടുപ്പ് ഇതിനിടയിലൊക്കെ സാധാരണഗതിയിൽ നടക്കാറുണ്ട്. പക്ഷേ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടാനുള്ളവർക്ക് ഒരു കാരണം കൂടിയാണത്. മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടാവുന്നതാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ റമളാൻ മാസത്തിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നത് തെറ്റല്ല. പക്ഷെ ഓൾ ഇന്ത്യ ലെവലിൽ ആ ഡേറ്റ് അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുക, കേരളത്തിൽ മാത്രമല്ല. ആ നിലയ്ക്ക് ഇലക്ഷൻ കമ്മീഷനെ ഞാനത് ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, പ്രാദേശികമായി നമ്മുടെ കാര്യം അത് കേരളം മാത്രമല്ലല്ലോ, മറ്റു സംസ്ഥാനങ്ങളിലും മുസ്ലിങ്ങളുമുണ്ട്. പരിശുദ്ധ റമളാൻ മാസമാണ്. സ്വാഭാവികമായി അത് പ്രഖ്യാപിച്ച സ്ഥാനത്ത് മാറ്റിവെക്കാൻ സാധ്യതയില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. എന്തായാലും PC തോമസ് ഒരു കത്തയച്ചിരിക്കുന്നു. അതിനുള്ള മറുപടി കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ. ദയവായി തുടരുക ശ്രീ PC ജോർജ്. ശ്രീ VK മധു, 2 സ്ഥാനാർത്ഥികളുടെ പേരാണ് പ്രധാനമായും കേൾക്കുന്നത്. ഒന്ന് UDF-ന്റെ സ്ഥാനാർത്ഥിയായി പ്രൊഫസർ MT സുലേഖ വരും എന്നും CPM-ന്റെ സ്ഥാനാർത്ഥിയായി മുൻ സ്പീക്കറും മന്ത്രിയുമായ M വിജയകുമാർ വരും എന്നുമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിത്വ കാര്യത്തിൽ നിങ്ങൾ അനൗപചാരികമായി ഇന്ന് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റി യോഗങ്ങളും അനുബന്ധ ചർച്ചകളും ഒക്കെ നടന്നിരുന്നല്ലോ. പൂർണ്ണമായ ഒരു തീർപ്പിൽ M വിജയകുമാറിൻ്റെ പേരിനെ കുറിച്ച് എത്തിക്കഴിഞ്ഞോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരു പ്രാരംഭമായ ചർച്ച പോലും ഞങ്ങൾ നടത്തിയിട്ടില്ല ഇതുവരെ. നാളെ ചേരുന്ന തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് അത് സംബന്ധിച്ച പ്രാരംഭ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കും.
ഇതുവരെ സ്ഥാനാർത്ഥി സംബന്ധമായി ഒരു ചർച്ചയും ഞങ്ങളുടെ ഒരു പാർട്ടി ഫോറത്തിൽ നടന്നിട്ടില്ല. ഇല്ല എന്നാണ് മധു പറയുന്നത് എങ്കിലും ശ്രീ പി സി ജോർജ്, എം വിജയകുമാറുമായി നേതാക്കളെല്ലാം തന്നെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നാളെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഒരു പേര് മാത്രമേ ഉയർന്നു വരികയുള്ളൂ, അത് എം വിജയകുമാറിൻ്റെ പേരായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാന നേതൃത്വത്തിന് മറ്റു പേരുകൾ പരിഗണിക്കേണ്ടതല്ലാത്തതിനാൽ ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം അംഗീകരിച്ച് വിടുകയാണ് ഉണ്ടാവുക. പ്രത്യേകിച്ച് പിണറായി വിജയൻ ചാർജ് വഹിക്കുന്ന സ്ഥിതിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിനുള്ള ഏറ്റവും ഉചിതമായ സ്ഥാനാർത്ഥി, അതിന് ഐക്യകണ്ഠേന ഒരു തീരുമാനം ആവശ്യമായി വരും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ പൊതു സ്ഥാനാർത്ഥിയായി എം വിജയകുമാറിനെ പരിഗണിക്കാൻ കഴിയുമോ? ഞങ്ങളെ സംബന്ധിച്ചാലും ഞങ്ങൾ ACDF ആന്റി കറപ്ഷൻ ഡെമോക്രാറ്റിക് ഫ്രണ്ടാണ്. ഞങ്ങൾ 3-ാം തീയതി ഔദ്യോഗികമായി ജനങ്ങളെ വോട്ടെടുപ്പ് നടത്തി ജനങ്ങളുടെ വിഹിതം അനുസരിച്ച് ഏറ്റവും മാന്യനായ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ആ പ്രഖ്യാപിക്കേണ്ട സ്ഥാനാർത്ഥി വിജയകുമാർ മാന്യനല്ല എന്നാണോ? എന്ന് ഞാൻ പറഞ്ഞില്ല. ജനം അംഗീകരിക്കുന്ന മാന്യനായ ഒരു സ്ഥാനാർത്ഥിയെ, ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പ്രഖ്യാപിക്കും. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വിജയകുമാർ മോശം സ്ഥാനാർത്ഥിയെന്നൊന്നും ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം മുൻ സ്പീക്കറാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഭാഗീയതയും കക്ഷിയല്ല. വിജയകുമാർ മോശം സ്ഥാനാർത്ഥി അല്ല ശ്രീ പി സി ജോർജ്. പക്ഷേ MT സുലേഖയാണ് സ്ഥാനാർത്ഥി, UDF സ്ഥാനാർത്ഥി. MT സുലേഖയ്ക്കാണ് ബദൽ വരാൻ പോകുന്നത് വിജയകുമാർ. അത് തെറ്റാണ്. സുലേഖ സ്ഥാനാർത്ഥിയാകുമെന്ന് പറയുന്നത് പോലും സുലേഖയ്ക്ക് കുഴപ്പമാണ്. സുലേഖ ഈ കാർത്തികേയന്റെ ഭാര്യ സ്ഥാനാർത്ഥിയാകാൻ ഒരിക്കലും ശ്രമിക്കില്ല. ഇവര് ഉന്തി മരം കെറ്റിയാൽ നെഞ്ചു തൊലിഞ്ഞു പോകും. ഒരിക്കലും സുലേഖ സ്ഥാനാർത്ഥിയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എനിക്കറിയാം. കാരണം പ്രിയങ്കരനായ GK ഈ വംശാധിപത്യത്തിനും പ്രത്യേകിച്ച് ഏകാധിപത്യത്തിനും കുടുംബാധിപത്യത്തിനും അതൊന്നും ഇവിടെ വിഷയമല്ല. ജി കാർത്തികേയന്റെ നിര്യാണത്തെ തുടർന്ന് UDFന് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി വേണം എന്നൊരു ആവശ്യം വരികയാണ്. ആ ആവശ്യത്തോട് അവർ യോജിച്ചു പോകുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ആ കുടുംബിനി ആ നിലയിൽ UDFനോടൊപ്പം നിൽക്കും. ഞാനങ്ങനെ കരുതുന്നില്ല. കാരണം എന്താ കരുതുന്നു ശ്രീ പി സി ജോർജ്? മറ്റെന്ത് കരുതിയാൽ അത് അവിടുത്തെ അറിയിക്കുന്ന ജനങ്ങൾ അത് ഇഷ്ടപ്പെടില്ല. അവരെ സ്നേഹിക്കുന്ന ജനം അവരെ തള്ളിക്കളയുന്നത് കാണേണ്ടി വരും നമുക്ക്. ഒരിക്കലും അങ്ങനെ അവസ്ഥത്തിൽ ആ കുടുംബം ഇറങ്ങിത്തിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയല്ല സംഭവിക്കാൻ പോകുന്നത്. MT സുലേഖ വരികയും ചെയ്യും. ഒരുപക്ഷെ UDFന് നിർത്താവുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയായിരിക്കും ഡോക്ടർ MT സുലേഖ. പക്ഷേ ശ്രീ പി സി ജോർജ്, ക്ഷമിക്കണം, ദയവായി തുടരുക പി സി ജോർജ്. ശ്രീ PC തോമസ്, താങ്കൾ ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണെന്നാണ് ഞങ്ങളൊക്കെ ധരിച്ചു വെച്ചിരുന്നത്. ഇപ്പോൾ താങ്കൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അല്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കേണ്ട കാര്യമില്ല. ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ എങ്ങനെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുന്നത്? മത്സരിക്കുവാണെങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടല്ലേ മത്സരിക്കും. മുന്നണി സംബന്ധിച്ച് ഞങ്ങളൊരു മാറ്റവും നടത്തിയിട്ടില്ല. ഞങ്ങളുടെ പാർട്ടി, കേരള കോൺഗ്രസ് പാർട്ടി, ഇടതു മുന്നണിയിൽ ഇപ്പോഴും അംഗമാണ്. പക്ഷേ ഇടതു മുന്നണിയിലെ ചില നേതാക്കന്മാർക്ക് എൻ്റെ മുഖം അത്ര ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളെ ചിലരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. എന്തുകൊണ്ടോ ഞങ്ങളോട് കുറച്ച് അനീതി കാട്ടുന്നതിൽ ഞങ്ങൾ വലിയ ദുഃഖിതരാണ്. കാരണം ഞങ്ങൾ വലിയ ശക്തമായിട്ട് ഉള്ള പോരാട്ടങ്ങൾ നടത്തി ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഈ കാർഷിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഇവിടുത്തെ ജനങ്ങളുടെ വലിയ വലിയ നേർന്ന പക്ഷേ ഞങ്ങൾ പുറത്താക്കിയവരെ മുഖം കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് കേരള കോൺഗ്രസ് എന്ന പേരുള്ള ഒരു പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സമാന്തരമായി അരുവിക്കരയിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വ്യക്തത താങ്കൾ തരികയാണെങ്കിൽ ഈ ചർച്ചയിൽ ആ വിഷയം കൂടി നമുക്ക് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഇല്ല, ഞാൻ പാർട്ടിയുടെ ചെയർമാൻ ആണെങ്കിലും ആ ഇടതുപക്ഷ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഔദ്യോഗിക മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടവരാര് എന്ന് തീരുമാനിക്കേണ്ട പാർട്ടിയുടെ ചെയർമാനെ സഹിതം മാറ്റി നിർത്തിയിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ 1-2 പേരെ അവിടെ കയറ്റി ഇരുത്തിയ ഒരു രീതി ഉണ്ടായി. അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും. അതിനുള്ള ശിക്ഷ നൽകുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്നുള്ളതാണോ ഈ തെരഞ്ഞെടുപ്പിൽ താങ്കൾ കാണുന്ന ദൗത്യം? നേതാക്കന്മാരുടെ അല്ല, ഇടതുപക്ഷ മുന്നണിയുമായിട്ടുള്ള പ്രശ്നമേ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രശ്നമല്ല. അത് അകത്തെ പ്രശ്നമാണ്. അകത്തെ പ്രശ്നം അകത്ത് തീർക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള ധാരണയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പുറത്തത് എടുക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ
ഒരു കാര്യത്തിൽ ആകുലപ്പെടുന്നുണ്ട്. ജനകീയ പ്രശ്നങ്ങൾ വളരെ ശക്തമായിട്ട് അവതരിപ്പിക്കപ്പെടാൻ ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗപ്പെടുത്തണം എന്നാണ് എന്റെ വിശ്വാസം. ദയവായി തുടരുക ശ്രീ പി സി തോമസ്. ശ്രീ വി കെ മധു, ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്ന 3 വിഭാഗങ്ങളാണ്. ഒന്ന് VSDP, അതുപോലെ തന്നെ പി സി തോമസിന്റെ കേരള കോൺഗ്രസ്. ആ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷിയാണ്. അത് പുറത്തുനിന്നുള്ള പിന്തുണ പോലുമല്ല. ഒപ്പം തന്നെ PDP. സമീപകാലത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ PDP LDF-നോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഈ 3 പാർട്ടികൾ VSDP സ്വതന്ത്രമായി മത്സരിക്കാൻ ആലോചിക്കുന്നു എന്നാണ് പി സി ജോർജ് പോലും പറയുന്നത്. പി സി തോമസ് പറയുന്നത് എന്തായാലും കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി അരുവിക്കരയിൽ ഉണ്ടാകുമെന്ന്. PDP-യും സ്വന്തമായ സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഇവരെയൊക്കെ കൂട്ടിയോജിപ്പിച്ച് പോയാലേ നിങ്ങൾക്ക് ജി കാർത്തികേയൻ എന്ന മല കടക്കാൻ കഴിയൂ എന്ന കാര്യത്തിൽ ബോധ്യമില്ലേ? PDP ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷി ആയിരുന്നിട്ടില്ല. പി സി തോമസിന്റെ നിലപാട്, രാഷ്ട്രീയ നിലപാട് അദ്ദേഹം തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. അദ്ദേഹം അത് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തോടൊപ്പമാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ UDF-നെ സഹായിക്കുന്ന ഒരു രാഷ്ട്രീയ പാപ്പരത്വം നിറഞ്ഞ നിലപാട് സ്വീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. VSDP-യെ സംബന്ധിച്ച് വി കെ മധുവിന് ഇപ്പോഴും സംശയം. കാരണം താങ്കൾ ഇപ്പോൾ മുഖ്യ ശത്രുവായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം, അതിനെ തോൽപ്പിക്കാൻ താങ്കൾ നേരിട്ട് LDF-നെ പിന്തുണയ്ക്കുകയല്ലേ വേണ്ടതെന്നാണ്. പി സി ജോർജിലേക്ക് വരുന്നതിന് മുമ്പ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ തന്നെ നമ്മോടൊപ്പമുണ്ട്. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, താങ്കളുടെ ബലത്തിലാണല്ലോ പി സി ജോർജ് ഇതൊക്കെ പറയുന്നത്. ഇപ്പോഴെങ്കിലും തീരുമാനത്തിലെത്തിയോ എന്താണ് ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ച്? വ്യക്തമായ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. എന്താണ്? 6 സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ 30-ാം തീയതി എറണാകുളത്ത് വിവിധ സംഘടനാ നേതാക്കൾ കൂടി 3 പേരെ തെരഞ്ഞെടുക്കും. 2-ാം തീയതി തന്നെ ആര്യനാട് ആ 3 സ്ഥാനാർത്ഥികളുടെയും ഒരു തുറന്ന ജീപ്പിൽ 8 പഞ്ചായത്തുകളിലും സഞ്ചരിക്കും. ആ പോളിംഗ് തന്നെ ബാലറ്റ് പേപ്പർ കൊടുക്കും. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാം. ആ സ്ഥാനാർത്ഥിയെ 3-ാം തീയതി പ്രസ് ക്ലബിൽ വെച്ച് ഈ വോട്ടെണ്ണിയിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. 4-ാം തീയതി അരീക്കരയിൽ ആര്യനാട് വെച്ച് നിയോജകമണ്ഡലം കൺവെൻഷൻ നടത്തും. പി സി ജോർജ് അരുവിക്കരയിലെ ഇലക്ഷന് നേതൃത്വം കൊടുക്കും. ഈ ബാലറ്റിൽ നോട്ട ഉണ്ടാകുമോ? നോട്ടയുടെ ആവശ്യമില്ലല്ലോ. 3 പേരെ നിശ്ചയിച്ചു. അതിൽ ഇഷ്ടപ്പെട്ട ആളുകളെ അവർക്ക് തീരുമാനിക്കാം. ശ്രീ പി സി ജോർജ്, ആ നോട്ട ഉണ്ടാവുമോ എന്ന് ഞാൻ ചോദിക്കാൻ കാരണം, ഇവരിൽ ഈ 8 പേരും വേണ്ട, നമുക്ക് LDF-നെയോ UDF-നെയോ പിന്തുണച്ച് കളയാമെന്നാണ് ഈ ബാലറ്റ് പേപ്പറിലൂടെ ആളുകൾ, വോട്ടർമാർ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്കൊരു കോളം കൊടുക്കണ്ടേ? കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വളരെ 3 സ്ഥാനാർത്ഥികളിൽ കൊള്ളാവുന്നതെന്ന് പറഞ്ഞാൽ ഒരു സംശയം വേണ്ട. അവിടെ നിഷ്പക്ഷമായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ 100% ആളുകൾ വോട്ട് ചെയ്യാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ പുട്ടപ്പ് ചെയ്തിരിക്കുന്നത്. ആ 3 സ്ഥാനാർത്ഥികൾ അതുപോലെയാണ്. അതിനൊരു ഒരു സ്ഥാനാർത്ഥിയെ പറ്റി അത്രമാത്രം റെസ്പെക്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്കത് പറയാൻ പറ്റുകയില്ല. ഞങ്ങളുടെ സെറ്റപ്പിലുള്ള രാഷ്ട്രീയ കക്ഷികളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു തീരുമാനമെടുക്കും. പി സി ജോർജ്, ഇങ്ങനെ ഒരു 3-ാം സ്ഥാനാർത്ഥിയൊക്കെ നിർത്തി, എന്തായാലും BJP-ക്കും സ്ഥാനാർത്ഥി ഉണ്ടാവും. അപ്പോൾ 4 സ്ഥാനാർത്ഥികളുള്ള ഒരു തെരഞ്ഞെടുപ്പ് നിങ്ങൾ വിചാരിക്കുന്ന കരക്ക് തെരഞ്ഞെടുപ്പ് അടുക്കുമോ? നികേഷ് വോട്ട് അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി നികേഷ് ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയൊക്കെ നികേഷ് പറയുമ്പോൾ ഇങ്ങനെ മുൻവിധി ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി എങ്ങനെയാ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജയിച്ചത്? ഉമ്മൻചാണ്ടി വലിയ ജനകീയനാണെന്നുകൊണ്ട് എങ്ങനെ എന്ത് പറ്റി? അപ്പൊ ഇതൊന്നുമല്ല ജനം ചിന്തിക്കുന്നത്. ജനം ചിന്തിക്കാൻ തുടങ്ങി. കാർഷിക മേഖല തകർന്നു. ഇത് തകർത്തു ആരാ? UPA ഗവൺമെന്റ്. തെരഞ്ഞെടുപ്പ് വിഷയത്തിലേക്കല്ലല്ലോ നമ്മൾ, അതിന്റെ ഡൈനാമിസമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിഷയം നമുക്ക് തെരഞ്ഞെടുപ്പ് 1 മാസം എന്ന് പറയുന്നത് കുറഞ്ഞ കാലയളവാണോ ശ്രീ പി സി ജോർജ്? 10 ദിവസം മതി. 10 ദിവസം. ഇത് 10 ദിവസത്തിന്റെ 3 ഇരട്ടിയാണ് കിട്ടാൻ പോകുന്നത്. അങ്ങോട്ടും വരാം ഇങ്ങോട്ടും വരാം അടി. ഏത് സാഹചര്യത്തിലും കേരള രാഷ്ട്രീയം മാറി മറിയാം. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ച കേരള നിയമസഭ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ നികേഷെ കാണാൻ ഞാൻ ക്ഷണിച്ചിരിക്കുന്നു. അങ്ങോട്ട് വന്നേനെ. സുരേഷ്, നിൽക്കൂ, ഞാൻ സുരേഷിലേക്ക് പോട്ടെ. സുരേഷ് നമ്മുടെ BJP-യുടെ ജില്ലാ പ്രസിഡന്റാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സുരേഷ്,
സാധാരണഗതിയിൽ ബി ജെ പിക്ക് അവിടെ 10,000-ൽ താഴെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 14,000 വോട്ട് ഒ രാജഗോപാൽ നേടിയെടുത്തിട്ടുണ്ട്. ഇതാ ഇപ്പോൾ വിഷ്ണുപുരം ചന്ദ്രശേഖരനും പി സി ജോർജും ഒക്കെ ചേർന്നൊരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. 3ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ നിങ്ങൾ പിന്നോട്ട് പോകുമോ, അതോ 3ാം സ്ഥാനത്തിന് വേണ്ടി ഒന്നും അല്ല മത്സരിക്കുന്നത് എന്ന നാട്യമെങ്കിലും, അങ്ങനെ ഒരു കോൺഫിഡൻസ് എങ്കിലും മുന്നിൽ വെക്കാൻ കഴിയുന്നുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തിരുവനന്തപുരത്ത് 2ാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ്. മുമ്പ് നെയ്യാറ്റിൻകരയിൽ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾക്കിതുപോലെ 6,000 വോട്ടാണ് അതിനു മുമ്പ് അവിടെ കിട്ടിയിരുന്നത്. ഞങ്ങൾ ആ സമയത്ത് 33,000 വോട്ടിലേക്ക് നെയ്യാറ്റിൻകരയുടെ സാഹചര്യം വർദ്ധിപ്പിച്ചു എന്നുള്ളത് ആർക്കും വിസ്മരിക്കാൻ കഴിയുന്നതല്ല. ഇന്ന് സാഹചര്യം അതിനേക്കാൾ അനുകൂലമായിട്ട് BJPക്ക് വന്നിരിക്കുന്ന കാലഘട്ടമാണ്. കാരണം കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേട്ടത്തിൻ്റെ ഗുണഫലം, അതിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്തും കേരളത്തിലും പൊതുവെ BJPക്ക് ഉണ്ടായിട്ടുള്ള സംഘടനാ തലത്തിലുള്ള നേട്ടങ്ങൾ, ഇതൊക്കെ തന്നെ അരുവിക്കരയിൽ വേണ്ടത്ര ഭംഗിയായിട്ട് പ്രതിഫലിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് BJPക്കുള്ളത്. തീർച്ചയായും സുരേഷ്, BJPയെ സംബന്ധിച്ചിടത്തോളം 4 നിയമസഭാ മണ്ഡലങ്ങളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാലിന് മുന്നിലെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ വലിയ ശക്തി തന്നെയാണ് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞത്. പക്ഷെ കാര്യങ്ങൾ ഇപ്പോൾ പിന്നോട്ടടിയല്ലേ? ആ പഴയ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൻ്റെ ഒരു തിളക്കം നിലനിർത്താൻ നിങ്ങൾക്കിപ്പോൾ കഴിഞ്ഞിട്ടുണ്ടോ? അതുകൂടി പരിശോധിക്കേണ്ടി വരില്ലേ ഇപ്പോൾ വരുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ? യാതൊരു സംശയമില്ല, BJP കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനുണ്ടായ സാഹചര്യത്തിൽ നിന്ന് മുന്നോട്ട് മാത്രമേ പോയിട്ടുള്ളൂ. ആ മുന്നോട്ട് പോയതിൻ്റെ സംഘടനാ തലത്തിലുള്ള പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. അരുവിക്കര മണ്ഡലത്തിൽ ഉൾപ്പെടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഗുണഫലങ്ങൾ അരുവിക്കര മണ്ഡലത്തിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. അവിടെ സംഘടനാ തലത്തിൽ പാർട്ടിക്ക് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ ആ മണ്ഡലത്തിൽ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ LDFനും UDFനും ബദലായിട്ട് ഈ 2 മുന്നണികൾക്കുമെതിരെയുള്ള കേരളത്തിലെ മുന്നേറ്റം സുരേഷ് ഗോപി ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി സാധ്യതയായിരുന്നു BJPയുടെ മുന്നിൽ. സുരേഷ് ഗോപി പക്ഷേ ഇപ്പോൾ പറയുന്നത് എനിക്ക് തോന്നുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമേ ഉള്ളൂ, എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നാണെന്ന് തോന്നുന്നു. താങ്കൾക്ക് സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാം. 2 ഒ രാജഗോപാൽ ഇപ്പോഴും തിരുവനന്തപുരത്തിൻ്റെ വികാരം തന്നെയാണ്. ഈ 2 സ്ഥാനാർത്ഥികളെ പരിഗണിക്കുകയാണെങ്കിൽ BJPക്ക് ഒരുപക്ഷെ നാടകീയമായി വോട്ട് ഉയർത്താൻ കഴിയുമായിരിക്കും. ആ 2 സ്ഥാനാർത്ഥികൾ പരിഗണനയിലെങ്കിലും ഉണ്ടോ? സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹം പാർട്ടിയുടെ നേതാവോ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്തിട്ടോ ഉള്ള വ്യക്തിയല്ല. അദ്ദേഹം നരേന്ദ്രമോദി സർക്കാരിലും BJPയിലും ഇന്ന് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ഒ രാജഗോപാലിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഈ നാട്ടിലെ ഏറ്റവും ജനപ്രിയനായിട്ടുള്ള നേതാവാണ്. പക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഒട്ടനവധി നേതാക്കന്മാർ വീണ്ടും ഇതുപോലെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന നേതാക്കന്മാരുണ്ട്. പലപ്പോഴും BJPക്കെതിരെയുള്ള പ്രചരണത്തിന്റെ ഭാഗമായിട്ട് പറയാറുണ്ട്, BJPക്ക് ഒരു നേതാവല്ലാതെ രാജഗോപാൽ അല്ലാതെ മറ്റാരുണ്ട്. അദ്വാനി കഴിഞ്ഞാൽ പിന്നെ ആരെന്ന് തുടരുക. ശ്രീ PC തോമസ്, താങ്കൾ LDFിൽ നിന്നുകൊണ്ട് LDFിനെതിരെ സ്ഥാനാർത്ഥിയാകാൻ നോക്കുന്നു. PC ജോർജ് ഇപ്പോഴും UDFിലാണ്, സാങ്കേതികമായി മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തി തെരഞ്ഞെടുപ്പിന് നേരിടാൻ പോകുന്നു. അതായത് നമ്മളിപ്പോൾ കാണുന്ന തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ഉൾവലികളുടെ തെരഞ്ഞെടുപ്പായിരിക്കും. 2 മുന്നണികളായി നിന്ന് മത്സരിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ആ മുന്നണികളിലേക്ക് വോട്ട് കൊണ്ടുവരാൻ അതിന് ചുറ്റും നിൽക്കുന്നവർ ശ്രമിക്കുകയല്ല ചെയ്യുന്നത്. പകരം കുറേ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് ഈ 2 മുന്നണികളുടെയും ധ്രുവീകരണം ശക്തിപ്പെടുത്താനായിരിക്കും ശ്രമിക്കുക. എങ്ങനെയാണ് താങ്കൾ അത് വിശദീകരിക്കുക? എന്തായിരിക്കും അങ്ങനെയുള്ള 2 ശ്രമങ്ങളുടെ ഈ പറയുന്ന ധ്രുവീകരിക്കപ്പെട്ട് നിൽക്കുന്ന 2 വലിയ ശക്തികൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ട് പിന്നോട്ട് വലിക്കലും മുന്നോട്ട് വലിക്കലുമായി തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുമ്പോൾ അതെങ്ങനെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിനെ, ആകെ 1 ലക്ഷത്തി ചില്ലുവാനം വോട്ട് മാത്രമേ ഉള്ളൂ, ഇത്രയും ചെറിയ വോട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ, മണ്ഡലത്തെ സ്വാധീനിക്കാൻ പോകുന്നത്? അല്ല, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിൽക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ വരുന്ന 30-ാം തീയതി നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. 30-ാം തീയതി കാർഷിക പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് റബ്ബറിൻ്റെ ഒരു കേന്ദ്രമാണ് അവിടെ. ഏതാണ്ട് 40,000 കൃഷിക്കാർ റബ്ബർ കൃഷിയുമായി ബന്ധപ്പെട്ട് മാത്രം ജീവിക്കുന്നുണ്ട്. അവർ മുഴുവൻ പട്ടിണിയില്ല.
അവർ വലിയ ദുഃഖത്തിലാണ്. ഞങ്ങൾ അവർക്ക് വേണ്ടി കുറേ അധികം പോരാട്ടങ്ങൾ നടത്തി. ഹൈക്കോടതിയിൽ നടത്തിയ ഒരു പോരാട്ടത്തിൽ അനുകൂലമായിട്ടുള്ള വിധി സമ്പാദിച്ചു. തന്നെയല്ല, ഞങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ നോക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറഞ്ഞിരിക്കുക. ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് എനിക്ക് വിവരം കിട്ടി, 5-ാം തീയതി വരണം, വന്ന് അവിടുത്തെ നമ്മൾ ഉന്നയിച്ച ആവശ്യങ്ങൾ സംബന്ധിച്ചുള്ള എൻ്റെ വാദം കേൾക്കും എന്ന് പറഞ്ഞിരിക്കുക. കേൾക്കട്ടെ. അതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ കാർഷിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഗാഡ്ഗിൽ പ്രശ്നം മത്സരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ മത്സരിക്കുന്നതിനെ കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം 30-ാം തീയതി ചേർന്ന യോഗത്തിൽ തീരുമാനിക്കും. വിൻസെന്റ്, KPCC സെക്രട്ടറി ശ്രീ വിൻസെന്റ്, സ്ഥാനാർത്ഥിത്വം എപ്പോൾ പൂർത്തിയാകും? സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച UDFന്റെ കോൺഗ്രസിന്റെ തീരുമാനം എപ്പോൾ പൂർത്തിയാക്കാനാകും? മൈക്കിലൂടെയാണ് കേൾക്കുന്നത്. നമ്മളിപ്പോൾ സുരേഷിനെ അരുവിക്കരയിൽ നിർത്തിയിരിക്കുകയാണ്. DSNG വാനിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. മൈക്കിലൂടെ കേൾക്കാമോ? ഫോണിൽ കേൾക്കാം. പറഞ്ഞോളൂ ശ്രീ വിൻസെന്റ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കന്മാർ വളരെ താമസിയാതെ തന്നെ തീരുമാനിച്ച് ഉടൻ തന്നെ ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി, വിജയപ്രതീക്ഷയോടുകൂടി, അതിലുപരിയായി കാർത്തികേയന്റെ നിര്യാണത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പെന്ന നിലയിൽ പ്രവർത്തകന്മാർ വികാരപരമായ ഒരു സമീപനത്തോടു കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങുക. ഡോക്ടർ സുലേഖ ആയിരിക്കും സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച് വാർത്തകൾ വരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അരുവിക്കരയിൽ UDF വിജയിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും മെച്ചപ്പെട്ട സ്ഥാനാർത്ഥി ഡോക്ടർ സുലേഖയാണോ? അതുൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ, വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ട്. അത് കോൺഗ്രസിന്റെ ഔദ്യോഗികമായ നേതൃത്വം യഥാസമയം വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് വരെ അതിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായം പറയാൻ കഴിയില്ല. നേരത്തെ ശ്രീ PC ജോർജ് ഈ ചർച്ചയിൽ പറയുകയായിരുന്നു, ഡോക്ടർ സുലേഖയാണ് എങ്കിൽ അത് UDFന് തിരിച്ചടി നൽകുകയാണ് ഉണ്ടാവുക. ഡോക്ടർ സുലേഖ ഒരിക്കലും മത്സരിക്കാൻ സാധ്യതയില്ല. കാരണം കാർത്തികേയൻ മുന്നോട്ട് വെച്ച ആശയത്തിന് വിരുദ്ധമായിരിക്കും ഡോക്ടർ സുലേഖ മത്സരിക്കുകയാണ് എങ്കിൽ എന്ന്. പക്ഷെ കുറെ കൂടി ഇങ്ങോട്ടേക്ക് വന്നാൽ കാർത്തികേയൻ സ്പീക്കർ സ്ഥാനം രാജിവെക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. പാർട്ടി നേതൃത്വത്തോട് മാത്രമല്ല, മാധ്യമങ്ങളോട് പോലും അത് അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി. അദ്ദേഹത്തിന് മണ്ഡലം ശരിക്കും നോക്കാൻ കഴിയുന്നില്ല, സ്പീക്കർ സ്ഥാനത്തിരുന്നു എന്നുള്ളതായിരുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ആ മണ്ഡലം അനാഥമായിരുന്നു കാർത്തികേയൻ്റെ കാലഘട്ടത്തിൽ നിന്നും എന്നു വേണമെങ്കിൽ നമുക്ക് വരികൾക്കിടയിലൂടെ വായിക്കാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, അദ്ദേഹം KPCC പ്രസിഡൻ്റാകാൻ ആഗ്രഹിച്ചിരുന്നു. ഇവിടെ ഗ്രൂപ്പ് അതീതമായി എല്ലാവരും കാർത്തികേയനെ KPCC പ്രസിഡന്റ് ആക്കണം എന്നാവശ്യപ്പെട്ടുവെങ്കിൽ പോലും അതുപോലും നിരാകരിക്കപ്പെട്ടു. അപ്പോൾ കാർത്തികേയൻ്റെ പേരിൽ ഈ പറയുന്ന വോട്ട് നേടാൻ, സഹതാപ വോട്ട് നേടാൻ UDF ശ്രമിക്കുകയാണെങ്കിൽ UDF പരിഗണിക്കാത്ത കാർത്തികേയനെയാണ് വോട്ടർമാർക്ക് മുന്നിൽ നമുക്ക് കാണേണ്ടി വരിക. UDF അല്ലാതെ മറ്റാരാണ് കാർത്തികേയനെ പരിഗണിച്ചിട്ടുള്ളത്? പിന്നെ ഇവിടെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് തീർച്ചയായും വസ്തുതകൾക്ക് നിരക്കാത്ത ഒരു സ്റ്റേറ്റ്മെന്റാണ്. കാർത്തികേയൻ ആര്യനാട് നിയോജക മണ്ഡലത്തെ, ഇപ്പോൾ അരുവിക്കരയായി മാറിയിട്ടുള്ള നിയോജക മണ്ഡലത്തെ സ്വന്തം പെറ്റമ്മയെപ്പോലെ സ്നേഹിക്കുകയും അതനുസരിച്ച് പരിചരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. കാരണം ഈ കഴിഞ്ഞ 23 വർഷങ്ങൾക്ക് മുൻപ് ആര്യനാട് എങ്ങനെയായിരുന്നു എന്നും ഇപ്പോൾ അത് എങ്ങനെയായി മാറി എന്നും ഈ ആര്യനാട് നിയോജക മണ്ഡലത്തിലെ ജനങ്ങളോട് ചോദിച്ചാൽ കൃത്യമായി ഈ ചോദ്യത്തിന് ഉത്തരമുണ്ടാകും. ഇവിടെ വന്നിട്ടുള്ള പുതിയ പാലങ്ങൾ, നൂറുകണക്കിനായിട്ടുള്ള വികസന കാര്യങ്ങൾ, റോഡുകൾ, ആശുപത്രികൾ, അതുപോലെ തന്നെ ഐസർ പോലുള്ള വലിയ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ മിനി സിവിൽ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ദേശീയ നിലവാരത്തിലുള്ള റോഡുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും കാർത്തികേയന്റെ കത്ത് മുഖാന്തരം അനുവദിക്കപ്പെട്ട സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനങ്ങളോ അതിൻ്റെ പ്രവർത്തനങ്ങളോ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇത് പറയുന്നതെന്ന് ഓർക്കണം. ശ്രീ കാർത്തികേയൻ ജീവിച്ചിരുന്നപ്പോൾ ശത്രുക്കൾ പോലും ആരോപിക്കാത്ത ഒരു കാര്യമാണ് അദ്ദേഹം നിയോജക മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനം അദ്ദേഹത്തിന് ഒരു ബാധ്യതയായിരുന്നു എന്നത് ശത്രുക്കൾ പോലും ആരോപിക്കാത്ത ഒരു കാര്യമാണ്. ഒഴിയേണ്ട സാഹചര്യം അദ്ദേഹം തന്നെ വിശദീകരിച്ചത് മണ്ഡലത്തിൽ കാര്യമായി നോക്കാൻ കഴിയുന്നില്ല എന്നാണ്. അദ്ദേഹം വികസനം നടത്തിയിട്ടില്ല എന്നൊരു വാദമൊന്നുമില്ല. ശ്രീ വിൻസെന്റ് കാർത്തികേയന്റെ ഓർമ്മകളെ ഒരു കാരണവശാലും വേദനിപ്പിക്കാനുമില്ല. മറ്റൊരു സത്യം നമ്മുടെ മുന്നിലില്ലേ ശ്രീ വിൻസെന്റ്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമ്പത്തിന് 4000 വോട്ട് കൂടുതലാണ്
ആ ഘട്ടത്തിലാണ് ജി കാർത്തികേയൻ ഞാൻ മണ്ഡലം നോക്കുന്നതിൽ കുറവുണ്ടോ, സ്പീക്കർ പദവിയിൽ ഇരിക്കുന്നത് അതിന് തടസ്സമാണോ എന്ന സംശയം ഉയർത്തിയത്. ഇപ്പോൾ മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഭൂരിപക്ഷം കുറയുന്നത്. ഇതിനു മുമ്പുള്ള പല സന്ദർഭങ്ങളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുള്ള ഉദാഹരണങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് ഈ ആര്യനാട് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞു, ഞാൻ അതുകൊണ്ട് ഇത് ഒഴിയുകയാണെന്നുള്ള യാതൊരു ചിന്തയ്ക്കും യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് മാത്രമല്ല, രോഗാതുരനായിരിക്കുന്ന സന്ദർഭത്തിൽ പോലും ഈ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിനു വേണ്ടി ബന്ധപ്പെട്ട അധികാരികളുടെ ഇടയിൽ മന്ത്രിമാർക്ക് കത്തുകൾ നൽകിയ എത്രയെങ്കിലും കത്തുകളുണ്ട്, എത്രയെങ്കിലും നിവേദനങ്ങളുണ്ട്, എന്തെല്ലാം ചർച്ചകൾ അദ്ദേഹത്തിന് രോഗം സ്ഥിരീകരിച്ചതിന് ശേഷവും എത്രമാത്രം വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലും ഓഫീസിലും വെച്ച് എത്രമാത്രം ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് മണ്ഡലത്തിന്റെ വികസന കാര്യത്തിൽ രോഗം പിടിപെട്ടിട്ട് പോലും ഒരു ദിവസത്തെയോ ഒരു നിമിഷത്തെയോ പോലും അവധി എടുക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു മഹാനായ നേതാവ് തന്നെയാണ് ജി കാർത്തികേയൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. പി.സി. ജോർജ്, താങ്കൾ ആഗ്രഹിച്ച പദവിയാണല്ലോ സ്പീക്കർ പദവി. സ്പീക്കർ പദവി പലരും ഉപയോഗിക്കാതെ കിടന്ന ഘട്ടത്തിലാണ് താങ്കൾ അത് ആഗ്രഹിച്ചിട്ടുണ്ടാവുക എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മന്ത്രിമാരെ സ്വന്തം ക്യാബിനിൽ വിളിച്ചു വരുത്തി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ ആ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യിക്കാൻ അധികാരമുള്ള ആളായിരുന്നു സ്പീക്കർ. ആ അധികാരം പൂർണ്ണമായും ഉപയോഗിച്ചിട്ടുണ്ടാകില്ലേ ജി കാർത്തികേയൻ? ജി കാർത്തികേയൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സുഹൃത്താണ്, ഞങ്ങളുടെ ഒരു സഹോദരനാണ്. അദ്ദേഹം അങ്ങനെ അധികാര പ്രവണതയുള്ള ആളല്ല. അദ്ദേഹം ഒരിക്കലും, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം കുടുംബാധിപത്യം ഇഷ്ടപ്പെട്ടിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. അദ്ദേഹം ഏകകക്ഷി മുദ്രാവാക്യം അതൊക്കെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് വന്നല്ലാതെ അദ്ദേഹം ആരും കടമെടുത്താൽ ഇതൊന്നും. അദ്ദേഹം ചെയ്ത സേവനമൊക്കെ വലുതാ. ഞാൻ പറഞ്ഞത് കാര്യം, അദ്ദേഹത്തിന്റെ ഹൃദയശുദ്ധി അറിയാവുന്ന, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ സുലേഖയ്ക്ക് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാൻ കഴിയില്ല മനസാക്ഷി അനുസരിച്ച്. കാരണം അദ്ദേഹം സ്നേഹിച്ചിരുന്ന പാവപ്പെട്ട നാടന്മാരുടെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം എപ്പോഴും പിന്നെ വന്നിരുന്നത്. പി.സി. ജോർജ്, താങ്കൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ശരിയാണ്, യാതൊരു പാരമ്പര്യവുമില്ലാത്ത മക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പിന്തുടർച്ചയായി വരുന്നതിനെ സ്വാഭാവികമായും ജി കാർത്തികേയൻ എതിർത്തിട്ടുണ്ടാവും. അതുപോലെയാണോ ഡോക്ടർ സുലേഖ? ഡോക്ടർ സുലേഖ ജി കാർത്തികേയനോടൊപ്പം ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിട്ടുള്ളയാളാണ്. വലിയ പൊതുപ്രവർത്തന പാരമ്പര്യമുണ്ട്. ഉദ്യോഗസ്ഥ രംഗത്ത് അവർ കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ്. അതൊന്നും ഞാൻ തർക്കില്ല. സുലേഖയെ പോലെ ഒരു കുടുംബിനിയെ, അത് ജി കെയുടെ ഭാര്യയെ ഒരു കാരണവശാലും ചെറിയൊരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാൻ എന്നെ കിട്ടില്ല. ഞാൻ അത്രമാത്രം അവരെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, ഒരു സംശയം വേണ്ട. പക്ഷെ ജി കെയുടെ ഭാര്യയ്ക്ക് അരുവിക്കരയിൽ സ്ഥാനാർത്ഥിയാകാൻ കഴിയില്ല. മക്കളെ ഒരിക്കലും വരാൻ സാധ്യതയില്ല. കാരണം ജി കെയുടെ ഹൃദയം അറിയാവുന്ന, ജി കെയുടെ മനസാക്ഷി അറിയാവുന്ന, നമുക്ക് കഴിയില്ല എന്ന് പറയുകയും അതിന്റെ കാരണം താങ്കൾ വിശദീകരിക്കാൻ മടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വിശദീകരിക്കാത്തത് ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ദയവായി തുടരുക. ശ്രീ വി കെ മധു, നേരത്തെ ഇവിടെ വിൻസെന്റ് ചൂണ്ടിക്കാണിച്ചതുപോലെ 91-ൽ, 96-ൽ, 2001-ൽ, 2006-ൽ, 2011-ൽ വലിയ ഭൂരിപക്ഷമാണ് ഏറ്റവും ഒടുവിൽ പോലും ജി കാർത്തികേയന് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നേരത്തെ വിൻസെന്റ് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ വിഴിഞ്ഞം പദ്ധതി, അതുപോലെ തന്നെ ലൈറ്റ് മെട്രോ, ഇതിൻ്റെയൊക്കെ മികവിലാണ് തിരുവനന്തപുരം ജില്ല തന്നെ നിലനിൽക്കുന്നത്. അതായത് UDF സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് പ്രചരണത്തിൽ പോലും പറയാൻ കഴിയാത്ത വിധത്തിൽ ഈ വൻകിട വികസന പദ്ധതികൾ അവിടുത്തെ പ്രധാനപ്പെട്ട വികസന ബിംബങ്ങളായി നിൽക്കുന്നില്ലേ? ആദ്യം അരുവിക്കര മണ്ഡലത്തിലെ വികസനത്തെ സംബന്ധിച്ച് തന്നെ പറയാം. ബഹുമാന്യനായ ശ്രീ ജി കാർത്തികേയനോടുള്ള ആദരവും സ്നേഹവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ജില്ലയിൽ വികസനപരമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്നൊരു മണ്ഡലമാണ് അരുവിക്കര. കഴിഞ്ഞ നൂറ്റാണ്ടുകാലമായി ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ബഹുമാന്യനായ ജി കാർത്തികേയന് ആ മണ്ഡലത്തോട് നീതി പുലർത്താൻ സാധിച്ചിട്ടില്ല. കേരള ചരിത്രത്തിൽ ഒരു നിയമസഭാ സ്പീക്കറുടെ വസതിക്ക് മുന്നിലേക്ക് ജനങ്ങൾ പ്രതിഷേധ മാർച്ച്, റോഡ് വികസനത്തിന് വേണ്ടി പ്രതിഷേധ മാർച്ച് നടത്തിയ സംഭവം ഈ കാലഘട്ടത്തിൽ ബഹുമാന്യനായ ജി കാർത്തികേയന്റെ വസതിക്ക് മുന്നിലേക്ക് അല്ലാതെ വേറൊരിടത്തും നടന്നിട്ടില്ല. ആ മണ്ഡലത്തിൽ ഐസറിന്റെ കാര്യം സൂചിപ്പിച്ചു.
കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് ഐസർ വിതിരയിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. അന്നത്തെ LDFന്റെ ജില്ലാ പഞ്ചായത്ത് അതിന് 200 ഏക്കർ സ്ഥലം കൊടുത്തു. അന്ന് ടെൻഡർ ക്ഷണിച്ച് CCL കമ്പനി എന്ന് പറയുന്ന ചെന്നൈ ആസ്ഥാനമായ ഒരു കമ്പനി വന്ന് അതിന്റെ ടെൻഡർ ഏറ്റെടുത്തു. അതിന്റെ പകുതി പണി നടന്നപ്പോഴത്തേക്ക് അവർ ഉപേക്ഷിച്ചിട്ട് പോയി. ഇന്ന് ഐസറിന്റെ പ്രവർത്തനമാകെ അവതാളത്തിലാണ്. ഇഗ്നോയുടെ ഔട്ട് ക്യാമ്പസ് വിതിരയെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ബഹുമാന്യായ ഡോക്ടർ സുലേഖയെ ഡയറക്ടറാക്കിക്കൊണ്ട് അതിനുള്ള നീക്കം നടന്നു. 25 ഏക്കർ സ്ഥലം ജെഴ്സി ഫാമിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് കൊടുത്തു. ഇന്ന് ഇഗ്നോ എവിടെയാണ്? ഇഗ്നോ കേരളത്തിലുണ്ടോ? ഇഗ്നോ മാറിപ്പോയി. കഴിഞ്ഞ ഈ ജില്ലയിലെ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള മണ്ഡലമാണ് ആ മണ്ഡലം. ആദിവാസി മേഖലയിലെ അവസ്ഥ, അവിടെ വികസനം നടക്കുന്നില്ല, അവിടെ തൊഴിലില്ല, അവിടുത്തെ പാവപ്പെട്ട ആദിവാസികളുടെ ജീവിതമാകെ തകർച്ചയിലാണ്. അവിടെ ഒരു വികസനം, ആദിവാസി മേഖലയിൽ ഒരു റോഡുണ്ടാക്കാനോ ഇലക്ട്രിസിറ്റി കൊണ്ടുവരാനോ കുടിവെള്ളം എത്തിക്കാനോ ഒന്നും കഴിയാത്ത അവസ്ഥയാണ് ആ ആദിവാസി മേഖലയിൽ ആകെയുള്ളത്. ജില്ലയിലെ തോട്ടം മേഖലയാണ്, വൻകിട തോട്ടങ്ങളും മേഖലയാണ്. അല്ലല്ല, എന്താ സ്ഥിതി എന്ന് വെച്ചാൽ ജി കാർത്തികേയൻ ആഗ്രഹിച്ചതോ അതൊന്നും അവിടെ നടന്നില്ല എന്നാണ് VK മധു ആക്ഷേപിക്കുന്നത്. വളരെ ചുരുക്കി താങ്കളുടെ മറുപടി. തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. ബഹുമാന്യനായ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്, ജീവിച്ചിരിക്കുന്ന ഒരു നേതാവിനെ വിമർശിക്കുന്നത് പോലെ മരിച്ച ഒരു നേതാവിനെ നിങ്ങൾക്ക് രാഷ്ട്രീയമായി വിമർശിക്കാം. പക്ഷേ ആ വിമർശനങ്ങളിൽ സത്യസന്ധത ഉണ്ടാകണം, അതിൽ മിതത്വവും പാലിക്കണം എന്നാണ് എനിക്ക് ആമുഖമായി തന്നെ അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇഗ്നോയെ സംബന്ധിച്ചോളം ഇഗ്നോ സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥാപനമല്ല, അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ, പുതിയ കേന്ദ്ര ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇതിനെ കേരളത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടുത്തെ MP ആയിരുന്ന ശ്രീ സമ്പത്ത് എവിടെയായിരുന്നു? CPMന്റെ നേതാവായ സമ്പത്താണ് ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. ഒരു കേന്ദ്ര ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിന് അനുവദിച്ച ഒരു സ്ഥാപനത്തെ മാറ്റിക്കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായി എന്തെങ്കിലും അതൊക്കെ ബഹുമാന്യനായ അന്തരിച്ചുപോയ നേതാവിന്റെ ഒരു പിടിപ്പുകേടാണെന്ന രീതിയിൽ വരുത്തുന്നത് തികച്ചും യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്തതും ഒരു ക്രൂരമായ ഒരു വിമർശനം കൂടിയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അതിനെ സംബന്ധിച്ച്. പിന്നെ ആദിവാസി മേഖലകളിൽ വൈദ്യുതി എത്താത്ത ആദിവാസി ഊരുകൾ എത്രയുണ്ട് എന്ന് അദ്ദേഹം ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം VK മധു, പിണറായി വിജയനാണ് തെരഞ്ഞെടുപ്പിന്റെ ചുമതല. ഇന്നിപ്പോൾ അദ്ദേഹം ജില്ലാ കമ്മിറ്റി യോഗം അടക്കമുള്ള യോഗങ്ങളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. അദ്ദേഹം പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി കഴിഞ്ഞു. 10-15 വർഷത്തിന് ശേഷമാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ നേരിട്ടുള്ള ചുമതല പിണറായി ഇപ്പോൾ വഹിക്കുന്നുണ്ട് എങ്കിൽ വഹിക്കുന്നുണ്ടാവുക. ഈ കഴിഞ്ഞ ഏതാനും കാലമായിട്ട് കേരളത്തിൽ നടക്കുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളെയും നയിച്ചിരുന്നത് ബഹുമാന്യനായ ശ്രീ പിണറായി വിജയനാണെന്നുള്ള കാര്യം നികേഷിന് അറിയില്ലേ? കേരളത്തിൽ LDF ഉജ്ജ്വലമായ വിജയം നേടിയ തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ അതിന് നേതൃത്വം നൽകിയത് ശ്രീ പിണറായി വിജയനായിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം വരികയാണ്. പിണറായിയുടെ നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം സുനിശ്ചിതമാക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. എന്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ വിൻസെന്റ് നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം, നമ്മൾ അതിലേക്ക് പോകണമെന്നില്ല, കാരണം ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് മണ്ഡലത്തിലെ വികസന വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ ഒരുപാട് ദിവസങ്ങളുണ്ട്. ഐക്യജനാധിപത്യ മുന്നണിയുടെ അരുവിക്കര മണ്ഡലത്തിലെ പ്രകടന പത്രിക അദ്ദേഹം എടുത്ത് വായിച്ചു അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യത്തിൽ കൂടുതൽ സമയമുള്ളതുകൊണ്ട് ഞാൻ അതിൽ നിന്നും പിൻവാങ്ങുകയാണ്. ശ്രീ PC ജോർജ്, പിണറായിയാണ് നേതൃത്വം കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വിജയം പിണറായിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സിലാക്കുന്നില്ലേ അത് താങ്കൾ? അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാവുന്ന ഏറ്റവും ശക്തനായ നേതാവ് പിണറായി വിജയൻ തന്നെയാണ്, സഖാവ് പിണറായി വിജയൻ. അതൊന്നും തർക്കമൊന്നും എനിക്കില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, സഖാവ് പിണറായി വിജയനും ES അച്യുതാനന്ദനും ഉൾപ്പെടെ പോളിറ്റ് ബ്യൂറോ മെമ്പറോട്, അതുപോലെ തന്നെ തർക്കമില്ലാത്ത കോടിയേരി ബാലകൃഷ്ണൻ CPM സെക്രട്ടറി എന്നതിൽ വളരെ നല്ല നിലയിലുള്ള മുന്നേറ്റം അവർക്കുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷേ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം ഇവിടെ നടക്കണം. ഇവിടുത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുണ്ട്, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുണ്ട്. ഇതുവരെയും രാജ്യത്തിന്റെ ഭരണത്തിന് ദേശീയതലത്തിൽ എത്താൻ കഴിയാത്ത സമൂഹങ്ങൾ
അവരെ എല്ലാം പ്രതിനിധീകരിക്കുന്ന ഒരു മത്സരമാണ് ഞങ്ങൾ നടത്തുന്നത്. അത് ഞങ്ങൾ വെറുതെ പോയില്ല. പി സി ജോർജ്, താങ്കളുടെ അഴിമതിക്കെതിരായ മുന്നണിയുണ്ടല്ലോ, ആ മുന്നണിയെ മുന്നിൽ നിർത്തിയാണ് ഇപ്പോൾ താങ്കൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ പോകുന്നത്. അപ്പോൾ മുഖ്യ ഉദ്ദേശം അഴിമതിക്കെതിരായിട്ടുള്ള ജനവിധി ആയിരിക്കണം എന്നുള്ളതാണ്. സ്വാഭാവികമായും താങ്കളെ അറിയുമ്പോൾ നമുക്ക് ആ നിലയിലേ എത്തിച്ചേരാൻ കഴിയും. പക്ഷേ താങ്കൾ ഈ പിന്നോക്ക ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ യുക്തിയുണ്ടോ? അങ്ങനെ ഒരു ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യം അതാണോ? താങ്കൾ ഈ അഴിമതിക്കെതിരായ മുന്നണി രൂപീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? ഒരു പൊതുപ്രവർത്തന രംഗത്ത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അതുപോലെ തെരഞ്ഞെടുപ്പുകളിൽ തങ്ങളുടെ ശക്തി, തങ്ങളുടെ ആശയം ജനങ്ങളിൽ എത്തിക്കാനും പിന്തുണ നേടാനും പറ്റുന്ന അവസരമാണ് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ആശയം ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് ജനവികാരം മാനിക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത്. ശരി, അതൊക്കെ നമുക്ക് താത്വികമായി പറയാൻ കഴിയും. ഇപ്പോൾ ശ്രീ പി സി ജോർജ്, താങ്കൾ LDF-ലേക്ക് ഒരു പാലോട്ട് നിൽക്കുകയാണല്ലോ. പിണറായി വിജയനാണ് ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും പിണറായി വിജയനുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. അത് പൂർണ്ണമായും സാധ്യമാക്കിയെടുക്കുക എന്നല്ലേ രാഷ്ട്രീയമായി താങ്കൾ ചെയ്യേണ്ട? അടുത്ത തവണ പൂഞ്ഞാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് വേണ്ടിയെങ്കിലും. നികേഷ്, ഞാൻ ചോദിക്കട്ടെ, ഈ കൺസെപ്റ്റ് ഒക്കെ മാറ്റണം. വെറുതെ പറയല്ലേ ഇങ്ങനെയുള്ള, അതായത് ഒരു മുന്നണി ഇടതുപക്ഷവും വലതുപക്ഷവും അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി. അപ്പോൾ പൂഞ്ഞാറ്റിൽ താങ്കൾ ഇതിൽ രണ്ടിൽ നിന്നും വ്യത്യസ്തമായ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറുണ്ടോ? ചോദ്യം അത് വരില്ലേ, വരട്ടെ, വരുന്ന രാഷ്ട്രീയല്ലേ. ഈ തെരഞ്ഞെടുപ്പിൽ നോക്കിക്കോളൂ, ഒരു പുതിയ ആശയം ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയും. അതിന് ശ്രമിക്കുക, എന്തായാലും ശ്രമിക്കാതിരിക്കേണ്ട, തുടരുക. VS സുനിൽകുമാർ MLA ടെലിഫോണിലായി. ശ്രീ VS സുനിൽകുമാർ, മാണിക്കെതിരായ കുറ്റപത്രം വരേണ്ട സമയങ്ങളാണിത്. പ്രത്യേകിച്ച് അടുത്ത തെരഞ്ഞെടുപ്പ് 27-നാണ് എങ്കിൽ അതിനു മുമ്പ് വരേണ്ടതാണ് സാധാരണഗതിയിൽ. 2 മാസത്തെ സമയം ചോദിച്ചു. കേൾക്കാമോ ശ്രീ സുനിൽ? കേൾക്കാം. അപ്പോൾ 2 മാസം സമയം ചോദിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് കുറ്റപത്രമോ അല്ലെങ്കിൽ അന്തിമ റിപ്പോർട്ടോ ഉണ്ടാകുമെന്നായിരുന്നു ധാരണ. പക്ഷേ നമ്മളൊന്നും പൊട്ടന്മാരല്ലല്ലോ. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന് മുമ്പ് എന്തായാലും ഇനി അന്തിമ റിപ്പോർട്ട് ഉണ്ടാകില്ല എന്ന് ഉറപ്പല്ലേ? അല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ പേരിൽ ഒരു കുറ്റപത്രം സമർപ്പിക്കാതിരിക്കാനാണ് ഗവൺമെന്റ് തീരുമാനിക്കുന്നതെങ്കിൽ ഞങ്ങൾ കോടതിയെ സമീപിക്കാൻ പോവാണ്. കോടതിയെ സമീപിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഇത് അല്ല, അങ്ങനെ കോടതിയോട് ഇതിനകം കോടതിയോട് ഇതിനകം തന്നെ 2 മാസം വേണം എന്ന് വിജിലൻസ് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴൊന്നും നിങ്ങൾ ഇടപെട്ടിട്ടില്ല. 2 മാസം കോടതി അനുവദിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ 2 മാസത്തിനുള്ളിൽ സമർപ്പിച്ചാൽ മതി എന്നേ കോടതിക്ക് പറയാനാകൂ. അല്ല, അത് സമയം വരുമ്പോൾ ഞങ്ങൾ ഇതൊക്കെ നിയമവിദഗ്ധന്മാരുമായിട്ട് ചർച്ച നടത്തിയിട്ടാണ് എല്ലാ കാര്യം ചെയ്യുന്നത്. ഞങ്ങൾക്ക് വെറുതെ പോയി കോടതിയെ സമീപിക്കാൻ കഴിയില്ല. കോടതിയെ സമീപിക്കുന്നതിന് വ്യക്തമായിട്ടുള്ള നിയമനിർദ്ദേശം കിട്ടുന്ന അനുസരിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ ഈ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുകയാണെങ്കിൽ തീർച്ചയായിട്ടും. പി സി തോമസ്, താങ്കൾ എന്തു പറയുന്നു? കുറ്റപത്രം എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടി വരുമോ ഉടനടി? തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ കൊടുക്കണമല്ലോ. അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കണം. അന്വേഷണത്തിൻ്റെ പരിസമാപ്തി എന്ന് പറയുന്നത് ചാർജ് കൊടുക്കുക എന്നുള്ളതാണ്. അതുണ്ടാവും. പക്ഷേ അത് സംബന്ധിച്ച് ഏത് രീതിയിൽ എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമ്മുടെ അന്വേഷണങ്ങളെ സംബന്ധിച്ച് ഹൈക്കോടതിയും ഇടപെട്ടിട്ടുണ്ട്. ഹൈക്കോടതിയും ഈ കാര്യത്തിലൊക്കെ നോക്കുന്നുള്ളത് കൊണ്ട് ഒരു ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ ഏതു വിധേനയും അന്വേഷണം തിരിച്ചു കൊണ്ടുപോകാം എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. പിന്നെ 2, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഇന്നത്തെ ഒരു ശൈലിയിൽ ജനങ്ങളെല്ലാം മടുത്തിരിക്കുക പല കാര്യത്തിലും. അത് അന്വേഷണ കാര്യത്തിൽ മാത്രമല്ല, ഇന്നത്തെ ഈ ജനകീയ പോരാട്ടങ്ങളിൽ പോലും ജനങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്ന രീതിയിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന ഒരു രീതി മാത്രമേ ഉള്ളൂ എന്നൊരു തോന്നൽ ജനങ്ങൾക്കുണ്ട്. അതിനൊരു മാറ്റം വരട്ടെ. അതിന് പുതിയ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ വലിയ മാറ്റമുണ്ടാകും. ഞങ്ങളാരും അതിനൊന്നും എതിരല്ല. അതിനൊക്കെ ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് തുടക്കമിടാനായിട്ട് ഞങ്ങൾ ഈ വരുന്ന 30-ാം തീയതി നടക്കുന്ന ഈ യോഗത്തിൽ ചില പ്രഖ്യാപനങ്ങൾ നടത്തും. തെരഞ്ഞെടുപ്പ് നിൽക്കും എന്നല്ല, പക്ഷേ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി. ഇപ്പോൾ വസ്തുക്കരം എത്രയാണ്? ഇപ്പോൾ ഭരണം മാത്രമല്ല, പോരാട്ടങ്ങളിലും പ്രശ്നങ്ങളുണ്ട്, അതിൽ പ്രതിഷേധമുണ്ട് എന്നാണ് പി സി തോമസ് പറയുന്നത്. വ്യക്തമാണ് പി സി തോമസ് താങ്കൾ പറയുന്നത്, അല്ലെങ്കിൽ താങ്കൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന രാഷ്ട്രീയം അത് താങ്കൾ പ്രതിനിധീകരിച്ച് കഴിഞ്ഞിരിക്കും. ഇവിടെ ശ്രീ വിൻസെന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വരാൻ പോകുന്ന അഴിമതി തന്നെയാണ്.
കെ മാണിക്കെതിരായ അഴിമതി ആക്ഷേപം അവിടെ ആയിരിക്കും വിധി നിർണ്ണയത്തിന് വിടുക. ജനഹിതം അവിടെയാണ് തീരുമാനിക്കപ്പെടുക. അതിൽ നിങ്ങൾ ഭയക്കേണ്ടതല്ലേ? വ്യാപകമായ അഴിമതി ഉണ്ടെന്ന് പറയുന്നത് LDFകാർ മാത്രമല്ല, AK ആന്റണി, VD സതീശൻ തുടങ്ങിയ ഒരുപടി നേതാക്കൾ അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അഴിമതി എന്നതിനെ സംബന്ധിച്ച് വെറും പുകമുറയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അഴിമതിയെ സംബന്ധിച്ചിടത്തോളം UDFന്റെ സമീപനവും LDFന്റെ സമീപനവും കേരളത്തിലെ ജനങ്ങൾക്കറിയാം. LDFന്റെ സമീപനം കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് SNC ലാബിന് അഴിമതി വന്നപ്പോൾ ഇത് അന്വേഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ നിന്ന്, സുപ്രീം കോടതിയിൽ നിന്ന്, സർക്കാർ ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവിട്ട് അഭിഭാഷകരെ കൊണ്ടുവന്ന് അന്വേഷിക്കാൻ പാടില്ല എന്ന് വാദിച്ച അഴിമതിയെ സംബന്ധിച്ചിട്ടുള്ള ഇടതുമുന്നണിയുടെ സമീപനം ഒരു ഭാഗത്ത് അല്ല, മറുഭാഗത്ത്. അപ്പോൾ എന്നാൽ ഇതിനെ സംബന്ധിച്ച് ഒരു അന്തിമമായ ഒരു കൺക്ലൂഷൻ വരുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ബാർ കോഴ കേസിൽ ഇത്തരത്തിലുള്ള സമീപനം ഇടതുമുന്നണി സ്വീകരിക്കാൻ ഇടയായതെന്ന് മറുചോദ്യം എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ തന്നെ വന്നിരിക്കുന്ന മലബാർ സിമന്റ് കേസ്, അത് CPM സംസ്ഥാന കമ്മിറ്റി യോഗം കൂടി അദ്ദേഹത്തെ എക്സോണറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു അന്വേഷണവും വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ ഞങ്ങളുടെ സമീപനം എന്താണ്? ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തുക. ആ അന്വേഷണത്തിൽ ഗവൺമെൻറ്റോ വകുപ്പ് മന്ത്രിയോ ഇടപെടാതെ അന്വേഷണം നടത്തുക. എന്ത് കൃത്യമായ അന്വേഷണമാണ് നടക്കുന്നത്? 300ഓളം പേരെ ചോദ്യം ചെയ്തില്ലേ? മാണി സാറിൻ്റെ വീട്ടിൽ പോയി അളവെടുത്തില്ലേ? മാണി സാറിനെ ചോദ്യം ചെയ്തില്ലേ? എന്ത് കൃത്യമായ ഇപ്പോൾ തന്നെ പറയുന്നു നിങ്ങൾ അന്തിമ റിപ്പോർട്ട് വൈകും എന്ന് പറയും. എങ്ങനെയാണ് ഈ റിപ്പോർട്ട് ഉണ്ടായത്? എങ്ങനെയാണ് ഈ അന്വേഷണം ഉണ്ടായത്? ഇതെല്ലാം ഈ ഗവൺമെൻറ്റാണ് തീരുമാനമെടുത്തത് ഇങ്ങനെ അന്വേഷണം നടത്താൻ. അല്ലെങ്കിൽ കച്ചവടം പൂട്ടിപ്പോയ ഒരു അബ്കാരി മുതലാളി അത് പറയുകയാണ് അഴിമതി ആരോപണം വെച്ചാൽ ഞങ്ങൾക്ക് നിസ്സാരവൽക്കരിച്ച് കളയാൻ കഴിയുമായിരുന്നു. ആ ഒരു അബ്കാരി പറഞ്ഞ ആരോപണമാണ്, അതുകൊണ്ട് ഇത് തള്ളിക്കളയാം. മനസ്സിലായി വിൻസെന്റ്, താങ്കൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? PC ജോർജ്, ഇത്രയധികം തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ നുണപരിശോധന ഫലം പോലും ഇന്നലെ ടെലിവിഷനിലും ഇന്ന് പത്രങ്ങളിലും ഒക്കെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന് വരുമ്പോൾ അന്തിമ റിപ്പോർട്ട് പെട്ടെന്ന് കൊടുക്കാതിരിക്കാൻ കഴിയുമോ വിജിലൻസ്? അതായത് മിസ്റ്റർ വിൻസെന്റ് പറഞ്ഞു തന്നെയാണ് സത്യം. വിൻസെന്റ് വരികൾക്കിടയിലൂടെ സത്യം പറഞ്ഞു. കുറെ കോൺഗ്രസ്സുകാർക്ക് സത്യം പുറത്തു വരണം, മാണി അകത്താകണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു റിപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ ശവക്കല്ലറയിൽ ആണിയടിക്കുന്നത് പോലെ ആകില്ല. അത് ഉണ്ടാകുമോ? അങ്ങനെ വാദിക്കേണ്ടതില്ല. അദ്ദേഹത്തിന്റെ താങ്കളുടെ മനോഗതിക്ക് അനുസരിച്ച് എന്റെ വാക്കുകളെ താങ്കൾ വ്യാഖ്യാനിക്കേണ്ടതില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ, കാരണം വേറൊന്നുമല്ല, ഇപ്പൊ ഇലക്ഷൻ വരാൻ പോവാണ്. കഞ്ഞി പാറ്റ വീഴുന്ന ഇഷ്ടപ്പെടുവോ? അവിടെ കഞ്ഞി പാറ്റാതെ ഇരിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ രണ്ട് സാധ്യതകൾ. മാണിക്ക് അന്തിമ റിപ്പോർട്ടിൽ മാണിയെ PC ജോർജ്, അന്തിമ റിപ്പോർട്ടിൽ മാണിയെ പ്രതിചേർക്കാതിരിക്കുക എന്നുള്ളത് ഒരു വഴി. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് തൽക്കാലം അന്തിമ റിപ്പോർട്ട് നൽകുന്നത് തെരഞ്ഞെടുപ്പ് വരെ വൈകിപ്പിക്കുക. ഏതായിരിക്കും UDFന് ഗുണകരം? രണ്ടും UDFന്റെ മാത്രമല്ലോ, ഒരു സംശയമുണ്ട്, രണ്ടും UDFന്റെ കഷ്ടകാലം. അതുകൊണ്ട് ഇത് ഏത് കാണിച്ചാലും UDFന് കുഴപ്പമാണ്. ഒരു കാര്യം ഞാൻ പറയാം, ബഹുമാനപ്പെട്ട വിജിലൻസിന്റെ ഡയറക്ടർ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ആ സമ്മർദ്ദത്തിന് വിജിലൻസ് ഡയറക്ടർ വഴങ്ങി എന്നൊരു തെളിവാണ് ഈ കേസ് മുക്കാനുള്ള ശ്രമം. ഇന്നലെ രാത്രി മുതൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഈ ഡയറക്ടറും ഉൾപ്പെടെ ഈ കേസ് മുക്കാൻ വേണ്ടി സഹോരാത്രം പണിയെടുത്തോണ്ടിരിക്കുക. എന്ത് പണിയെടുത്തിട്ടും ദൈവം തമ്പുരാൻ മുകളിലുള്ളതുകൊണ്ട് കട്ടവരെ പിടിക്കട്ടെ, ദൈവം ആ സാഹചര്യം ഒഴിവാക്കി വെച്ചിരിക്കുകയാണ്. സുനിൽ പറയുന്നു കോടതിയിൽ പോകുന്നു. കോടതിയിൽ പോയാലൊക്കെ എന്തെങ്കിലും സാധ്യതയുണ്ടോ? കോടതിയിൽ പോയാൽ ഇപ്പോഴാണെങ്കിൽ മാണി മാത്രം അകത്ത് പോകും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ബാബുകൾ അകത്ത് പോകും. അതല്ല, കോടതിയിൽ പോയാൽ CBI എൻക്വയറി വരും, മുഖ്യമന്ത്രി തന്നെ അകത്ത് പോകുന്ന കാണേണ്ട ഗതികേട് വരും എന്നാണ് താങ്കളുടെ നിഗമനം. ശ്രീ വിഷ്ണുപുരവും സുരേഷിനോടും എനിക്ക് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്. ശ്രീ വിഷ്ണുപുരം, ആദ്യം ഈ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാകുമോ, അതോ അരുവിക്കര അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അവിടുത്തെ വികസനം, തിരുവനന്തപുരത്തിൻ്റെ പൊതുവായ വികസനം എന്ന നിലയിൽ കുറെ കൂടി മിതത്വം പാലിക്കാനിടയുണ്ടോ? ശ്രീ ചന്ദ്രശേഖരൻ, താങ്കളോടാണ് ചോദ്യം. അരീക്കരയിൽ വികസനം എന്ന് പറയുന്ന സമയത്ത് അഴിമതിയുള്ള ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ വികസനമൊന്നും അവിടെ നടക്കൂലല്ലോ, അത് കട്ടെടുത്തോണ്ട് പോകില്ലേ? വികസനം നടക്കണമെങ്കിൽ വികസന സ്വപ്നങ്ങളുള്ള നല്ല സംശുദ്ധമായ സ്ഥാനാർത്ഥി വേണം. അത്തരത്തിലുള്ള സംശുദ്ധമായ ഒരു സ്ഥാനാർത്ഥി കിട്ടിയാൽ മാത്രമേ വികസനം ഉണ്ടാകൂ. അരീക്കര ഒരു തുടക്കമാണ്. തുടർന്ന് വീണ്ടും തെരഞ്ഞെടുപ്പ് വരുമല്ലോ.
കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും നല്ല സ്ഥാനാർത്ഥികളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനുള്ള പ്രയത്നം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ എല്ലാ സ്ഥലത്തിലുള്ളവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ അഴിമതി വിമുക്തമാക്കുന്നതിന് ACDFന്റെ പ്രവർത്തനം മുന്നോട്ട് വെക്കും. അഴിമതി വിമുക്തമാക്കുന്നതിന് ന്യൂനപക്ഷ ദളിത് പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് അതാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ ശ്രമിക്കുക. ശ്രീ സുരേഷ്, BJP ഈ പ്രതിപക്ഷവും ശരിയല്ല ഭരണപക്ഷവും ശരിയല്ല എന്ന് വാദിക്കുന്നവരാണ്. അത് ഏക്കുമോ? ശ്രീ PC ജോർജ് നേരത്തെ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, അത് കേരളത്തിൽ ഭാവിയുടെ ഒരു ദിശാസൂചികയായിട്ട് കാണുകയാണ്. ഇവിടെ LDFും UDFും അല്ലാത്ത ചില ശക്തികളെ സംബന്ധിച്ച് ഈ കേരളം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരിടത്ത് ഭരിക്കുന്ന പാർട്ടിയുടെ അഴിമതി, മറുഭാഗത്ത് പ്രതിപക്ഷത്തിരിക്കുന്നവരുടെ അഡ്ജസ്റ്റ്മെൻറ്റ് സമരം, ഇതാണ് ഈ കേരളത്തിൽ കഴിഞ്ഞ 50 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയുള്ള ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റാണ് അരുവിക്കരയിൽ നിന്ന് ആരംഭിക്കാൻ പോകുന്നത്. അതാണ് BJP ആഗ്രഹിക്കുന്നത്. വളരെ നന്ദി. അവരുടെ തകർച്ചയുടെ ആരംഭമാണ് അരുവിക്കരയിൽ നിന്ന് ആരംഭിക്കാൻ പോകുന്നത്. PC ജോർജ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. വരും നാളുകൾ അരുവിക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെതാണ്. രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമോ എന്ന് നമുക്ക് അരുവിക്കരയിൽ അറിയാം.